ഇന്ന് നമ്മൾ ഒരു ദം ബിരിയാണി ഉണ്ടാക്കാം. ദം ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ വോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെയാണ് വേണ്ടത്. നമ്മൾ ആദ്യം വെജിറ്റബിൾസ്, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയിലിട്ട് തൈര് കൂട്ടി അടിക്കണം. അതിന് ശേഷം അതിൽ കാഷ്യൂ ഇട്ട് വീണ്ടും അടിക്കും. എന്നിട്ട് സ്പൈസസ് പൗഡറായിട്ട് ഗരം മസാല, പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചിക്കൻ്റെ ക്യൂബ് മിക്സ് ചെയ്തിട്ട് മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ ഫ്രൈ ചെയ്ത ഓണിയൻ ഒരു 2 എണ്ണം ഫ്രൈ ചെയ്തതാണ്. ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ 1 എണ്ണം ഫുള്ളായിട്ട് യൂസ് ചെയ്യും. പിന്നെ 1 ടീസ്പൂണ് ഷുഗർ. ഇത്രയാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നമ്മൾ ഈ മസാല ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ടൊരു കുറച്ചൊരു ഗീ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയിട്ട് നമ്മളത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. 15 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമ്മളതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഫസ്റ്റ് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുക്കുക. കറക്റ്റ് അളവല്ലാതെ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക. അതിൽ കുരുമുളക്, ലീഫ്, പട്ട, ഗ്രാമ്പു, കുറച്ച് മല്ലിച്ചപ്പ് എല്ലാം കൊണ്ടിട്ട് നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സോക്ക് ചെയ്ത റൈസ്, ഞാനത് ആ വെള്ളത്തോട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം നമുക്ക് വെള്ളം കുറേ വേണം. അപ്പൊ ഈ റൈസ് ഒരു 80% കുക്കായാൽ മതി, ഒരുപാട് കുക്കാവില്ല. അപ്പൊ ഒരു 80% കുക്കാവുന്ന സമയത്ത് നമുക്കിത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് റൈസ് മാത്രമായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല വലിയ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ദമ്മിടാൻ പാത്രം ഒരു 1.5 സവോള ഫ്രൈ ചെയ്തത് അതിന്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി മുകളിലിട്ടിട്ട് സ്വല്പം നെയ്യ് കൂടി ഒഴിച്ചാൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ ഈ പൊടി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് അതിന്റെ മുകളിലോട്ട് ലൂസായിട്ട് പ്രസ് ചെയ്ത്, അത് ജസ്റ്റ് ലൂസായിട്ട് അതിന്റെ മുകളിലോട്ട് ഇട്ടിട്ട് ബാക്കി ഒരു 1/2 സവോളന്റെ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നത്, പിന്നെ സാഫ്രോൺ മിൽക്ക്. സാഫ്രോൺ ഇല്ലെങ്കിൽ ഞാൻ സാധാരണ പാലിൽ, ഇളം ചൂടുള്ള പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്വല്പം റെഡ് കളർ യൂസ് ചെയ്തിട്ട് റൈസിന് ഒരു ഡിഫറെന്റ് കളർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ബാക്കിയുള്ള നമ്മളുടെ മല്ലിച്ചപ്പ്, പുതിന എല്ലാം ആ റൈസിന്റെ മുകളിലിടുക. പിന്നെ ഫ്രൈ ചെയ്ത കാഷ്യൂ, കിസ്മിസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇടാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് അത് നമ്മുടെ ഈ പാത്രത്തിന് ചുറ്റും മൈദ കുഴച്ചിട്ട് മാവാക്കിയിട്ട് ജസ്റ്റ് വെച്ചിട്ട് അതിന്റെ ലിഡ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല എയർ പ്രഷർ നല്ല രീതിയിൽ അതിനകത്ത്, എന്നിട്ട് ആ ചെറിയ ഹോളും അടച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ്, ഒരു 20-25 മിനിറ്റ് ആവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയ സിമ്മിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പാത്രത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു സ്റ്റീം പ്രഷർ കാരണം അതിങ്ങനെ പുറത്തോട്ട് വരുന്നതാണ്. ആ പുറത്തോട്ട് വന്നാൽ ഉറപ്പിക്കുക നമ്മളുടെ ബിരിയാണി അകത്ത് റെഡി ആയിട്ടുണ്ട്. അതെടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, മസാലയും റൈസും കൂടെ മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം നിർബന്ധമായിട്ട്. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.